ഓഡിയൻസ്, നമ്മളിപ്പോ കാസർഗോഡിലെ ഒരു യുവ എഴുത്തുകാരൻ അനസ് ഹിമമിയോടൊപ്പമാണ് ചേർന്നിട്ടുള്ളത്. അവരോട് ചോദിച്ചു നോക്കാം, നമ്മുടെ ഇന്നത്തെ കേരള യാത്ര ഇപ്പോൾ തിരുവനന്തപുരമാണ് എത്തിയിട്ടുള്ളത്. ആ തിരുവനന്തപുരത്തെ കേരള യാത്ര ഇപ്പോൾ ജനകടലായി, മനുഷ്യക്കടലായി ഒക്കെ നിറഞ്ഞു നിൽക്കുകയാണല്ലോ. ഇൻഷാ അല്ലാ, എന്താണ് നമ്മുടെ തിരുവനന്തപുരത്തെ കേരള യാത്രയെ കുറിച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? താങ്കൾ പറഞ്ഞതുപോലെ തന്നെ മനുഷ്യ കടലായതിന്റെ കാരണം തന്നെ ആ യാത്ര മുന്നോട്ട് വെച്ച പ്രമേയം തന്നെയാണ് മനുഷ്യർക്കൊപ്പം. തീർച്ചയായിട്ടും. സുൽത്താൻ ഉലമയുടെ ആദ്യത്തെ യാത്രയായ 1999 പ്രമേയവും മനുഷ്യരെ കോർത്തിണക്കുന്നതാണെങ്കിൽ ഇന്നത് മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിലെത്തിയിരിക്കുന്നു. ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും ഭക്ഷണത്തിന്റെയും വസ്ത്രത്തിന്റെയും പേരിൽ മനുഷ്യനെ മാറ്റി നിർത്തുന്ന ഈ സമുദായത്തെ, ഈ സമൂഹത്തിൽ മനുഷ്യർക്കൊപ്പം എന്ന വലിയൊരു പ്രമേയം അതൊരു വലിയൊരു വിപ്ലവമായി മാറിയെന്നത് തന്നെയാണ് ഈ ജനക്കടൽ സാക്ഷിയാക്കുന്നത്. ആളുകൾക്കിടയിൽ ധാരാളം പ്രതിഫലിച്ചിട്ടുണ്ട് അല്ലെ? അതെ അതെ, നമ്മുടെ രാഷ്ട്രീയക്കാർക്കിടയിലും അതുപോലെ തന്നെ മറ്റുള്ള സാംസ്കാരിക പ്രമുഖരെല്ലാം ഇടയിലൊക്കെ ധാരാളം ചർച്ചാ വിഷയമായി തന്നെ നമ്മുടെ കേരള യാത്ര മാറിയിട്ടുണ്ട് എന്നത് തന്നെ ഓരോ ജില്ലകളുടെയും സ്വീകരണവും മറ്റു പരിപാടികളും കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും.